നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രകടനം ഏറെ നിർണായകമാണ്. ഇത്തവണ വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ബിജെപി 5 സീറ്റിൽ വിജയിക്കുമെന്ന് ആവർത്തിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ പറയുകയാണ്. 20% മുകളിൽ വോട്ട് ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കോൺഗ്രസിന്റെ 20 സീറ്റ് എന്ന കണക്ക് തെറ്റുമെന്നും അവരുടെ പല പ്രമുഖരും കാലിടറി വീഴുമെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നു. ശശി തരൂർ തോൽക്കും, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം 100% ഉറപ്പാണെന്നും. നേതൃയോഗത്തിനും ശേഷമായിരുന്നു നേതാക്കളുടെ പ്രതികരണം. തൃശൂരിലും തിരുവനന്തപുരത്തും വിജയിക്കുമെന്നാണ് യോഗം വിലയിരുത്തിയത്. രാജീവ് ചന്ദ്രശേഖർ 12,000 വോട്ടിന് ജയിക്കുമെന്നാണ് ബൂത്ത് തലം മുതലുള്ള കണക്ക് നിരത്തിയുള്ള അവകാശവാദം. 3.5 ലക്ഷം വോട്ട് പിടിക്കും. നേമത്ത് 20,000 മുകളിലും വട്ടിയൂർക്കാവിൽ 15,000 മുകളിലുമാണ് ലീഡ് പ്രതീക്ഷ. കഴക്കൂട്ടം, തിരുവനന്തപുരം മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യും. രണ്ടാമത് തരൂർ എത്തും. തൃശൂരിൽ 4 ലക്ഷം വോട്ട് സുരേഷ് ഗോപി പിടിക്കും. തൃശൂർ, മണലൂർ, ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും നാട്ടികയിലും പുതുകാടും 2ാം സ്ഥാനത്തും എത്തും. ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും. വി മുരളീധരൻ 3 ലക്ഷം വോട്ട് നേടും. വർക്കലയിലും ആറ്റിങ്ങലയിലും ചിറയൻകീഴും 1ാമതെത്തും. 50,000 വോട്ട് അധികം കിട്ടാനുള്ള പ്രവർത്തനമാണ് നടത്തിയത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ 2.97 ലക്ഷം വോട്ട് അനിൽ ആന്റണി മറികടക്കുമെന്നും ആലപ്പുഴയിലെ മുന്നേറ്റം ഉണ്ടാകുമെന്നും വിലയിരുത്തി. മുരളീധര വിരുദ്ധ ചേരിയിൽ പ്രമുഖരായ പി കെ കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ, MD രമേശ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തില്ല. എന്നാൽ ഇതിൽ അസ്വാഭാവികത ഇല്ല എന്നും നേരത്തെ ബുദ്ധിമുട്ട് അറിയിച്ച ശേഷമാണ് വരാതിരുന്നത് എന്നും ജാവദേക്കർ പറഞ്ഞു. ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണം ഉയർന്നപ്പോൾ സംസ്ഥാന നേതൃത്വം വേണ്ട രീതിയിൽ പ്രതിരോധിച്ചില്ല എന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു. EP ജയരാജനുമായി നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് കൂടുതൽ പ്രതികരിക്കാനും ജാവദേക്കർ തയ്യാറായില്ല. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ കോൺഗ്രസിന്റെ പല പ്രമുഖരുടെയും കാലിടറുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി ഇത്തവണ BJP അക്കൗണ്ട് തുറക്കുന്നു എന്നും വോട്ട് ശതമാനം ഗണ്യമായി ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ മികച്ച വിജയ പ്രതീക്ഷയുണ്ട് എന്നും ബൂത്ത് തലം മുതൽ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രതീക്ഷ വെച്ച സീറ്റുകളിൽ വിജയിക്കാമെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ശശി തരൂർ ഇത്തവണ തോറ്റു തുന്നമ്പാടുമെന്നും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് ജയിക്കാൻ പോകുന്നത് എന്നും സുരേന്ദ്രൻ അവകാശപ്പെട്ടു. അതേസമയം കോർ കമ്മിറ്റി യോഗം കൃഷ്ണദാസ് പക്ഷം ബഹിഷ്കരിച്ചുവെന്ന വാർത്തകൾ സുരേന്ദ്രൻ തള്ളിക്കളഞ്ഞു. അങ്ങനെ ആരും യോഗം ബഹിഷ്കരിച്ചുവെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ചോദിച്ചു. വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഏതു യോഗത്തിലും കുറെ പേർ പല കാരണങ്ങളാൽ വരാതിരിക്കാമെന്ന് വിശദീകരിച്ചു. ഇവിടെ വരാതിരുന്നവർ അധ്യക്ഷതയിൽ നിന്ന് അനുമതി നേടിയിരുന്നതായും ജാവദേക്കർ പറഞ്ഞു.